നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു LED ബൾബാണ്. LED ബൾബ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഉപകരണം ആദ്യമായി നിർമ്മിച്ചത് ഒരു മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് പെരുവണ്ണാമൊഴി സ്വദേശിയായിട്ടുള്ള ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് 2000-ന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇത്തരത്തിൽ LED എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചം നൽകുന്ന ബൾബുകൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. എന്നാൽ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ആ കാലഘട്ടത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് ഇന്ന് കേരളത്തിലും ലോകത്തിലുമെല്ലാം LED ബൾബുകൾ തരംഗമായപ്പോൾ ജോൺസണും ശ്രദ്ധിക്കപ്പെട്ടില്ല. നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് യാത്ര വന്നിരിക്കുന്നത്. എൻ്റെ ഈ പിറകിൽ കാണുന്നതാണ് ജോൺസൺ ചേട്ടൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഇവിടെ M.Tech എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ ഇൻഡസ്ട്രി ട്രെയിനിങ് സെന്റർ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജോൺസൺ ചേട്ടനുള്ളത്. നമുക്ക് ജോൺസൺ ചേട്ടനോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ജോൺസൺ ചേട്ടനോട് കാണാം. എന്തായാലും ഞാൻ ഒരു ചേഞ്ച് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലോകം മൊത്തം മാറ്റി മാറ്റാൻ കഴിയുന്ന രൂപത്തില്, അതായത് വെളിച്ചത്തിനായിട്ട് കരണ്ടിൽ നിന്ന് പ്രകാശിപ്പിക്കാവുന്ന LED ബൾബ് രൂപകൽപ്പന ചെയ്യും. സ്ഥലങ്ങളിലും വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ രൂപകൽപ്പന ചെയ്തു. ലോകത്താദ്യമായി ഞാൻ തന്നെയാണ്. അതിന് വ്യക്തമായ രേഖയും തരും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് LED-യുമായി ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഒരു 50,000 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം നടത്താൻ ഉള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. ഇന്ന് എൻ്റെ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ശരിക്കും ഒരു 5 കോടി രൂപയെങ്കിലും വന്നെങ്കിൽ മാത്രമേ എൻ്റെ സ്ഥാപനം. അപ്പൊ എല്ലാ കാഴ്ചയും ഭംഗി മതി, ഉള്ളിലൊന്നും വേണ്ട എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ട്. ഈ മേഖല ഞാൻ ആദ്യകാലം മുതലേ, ചെറുപ്പം മുതലേ ഞാൻ പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുക, മാറ്റങ്ങൾ വരുത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ സാഹചര്യം, അതായത് ജനിച്ച 6 മാസമായപ്പോൾ പുള്ളിയ വന്നതാണ്. വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഒരു ചേഞ്ച് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ നിലവിലുള്ളതിൻ്റെ പുറകെ പോവാതെ എപ്പോഴും നമ്മളെല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷിക്കാനുമുള്ളൊരു ഒരു പ്രവണത എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്നു. ചെറുപ്പകാലങ്ങളിലൊക്കെ കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് അതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയായപ്പോൾ നമ്മളെ ശാരീരിക അനുയോജ്യമായ മേഖലയായ ഇലക്ട്രോണിക്സാണ് തിരഞ്ഞെടുത്തത്. അതിൽ ഞാൻ ആദ്യകാലം മുതൽ ഒത്തിരി മാറ്റങ്ങൾ, അപ്പൊ അതിലൊത്തിരി ഡെവലപ്മെന്റ് വരുത്താൻ കഴിയുന്ന ഒരു വേദിയായിരുന്നു. പക്ഷെ എനിക്കത് അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഗ്രാമപ്രദേശമായതിനാൽ കിട്ടാതെ ഉള്ളതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പരമാവധി ഞാൻ എത്രയോ ഉയർന്നു തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 1991 ഇലക്ട്രോണിക് ട്യൂബ് ലൈറ്റ് കത്തിക്കാൻ. അന്നൊന്നും നമ്മുടെ നാട്ടില് വൈകുന്നേരം വോൾട്ടേജ് ഉണ്ടാവില്ല. അപ്പൊ ട്യൂബ് ലൈറ്റ് കത്തൂല. അത് കത്തിക്കാനുള്ള പരിശ്രമമായിട്ട് 5 വോൾട്ടിലും ആരും വിശ്വസിക്കില്ല. 5 വോൾട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ട്യൂബ് ലൈറ്റ് നല്ല ബ്രൈറ്റിൽ പ്രകാശിക്കുന്ന രൂപത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തു. പിന്നെ അങ്ങോട്ട് മൊത്തം ഡെവലപ്മെന്റ് തന്നെയായിരുന്നു. അങ്ങനെയാണ് 2004 ലോകം മൊത്തം മാറ്റി മാറ്റാൻ കഴിയുന്ന രൂപത്തില്, അതായത് വെളിച്ചത്തിനായിട്ട് കരണ്ടിൽ നിന്ന് പ്രകാശിപ്പിക്കാവുന്ന LED ബൾബ് രൂപകൽപ്പന ചെയ്തു. അതെ, അത് അവിടെയാണ് പലർക്കും ഇപ്പം നമ്മള് ചേട്ടന്റെ ഇതായിട്ട് വന്നിട്ടുള്ള ഈ പോസ്റ്റുകളുടെയൊക്കെ താഴത്ത് നമ്മൾ കാണുന്ന ആളുടെ ഒരു സംശയം അതാണ്. ആള് പറഞ്ഞ LED എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത് ചേട്ടൻ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ചേട്ടനും അത് തന്നെയാണ് പറയുന്നത്, LED ചേട്ടനല്ല കണ്ടുപിടിച്ചത്, പക്ഷെ പ്രകാശത്തിനായിട്ട് ആദ്യമായിട്ട് LED എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലേക്ക് ആലോചിച്ച ചേട്ടനാണെന്നുള്ളത്. ഈ LED എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് ഏകദേശം 1940, 45, 60 കാലഘട്ടത്തിലൊക്കെ അത് നിലവിൽ വന്നിട്ടുള്ളതാണ്. LED എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഉപകരണം. അത് ലൈറ്റിങ്ങിനല്ല അന്ന് ഉപയോഗിക്കേണ്ടിരുന്നത്. ഇൻഡിക്കേറ്റർ സിഗ്നൽ ലൈറ്റ് ഒക്കെ, അതായത് റോഡിലെ സിഗ്നൽ ലൈറ്റ് അല്ല, ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലുള്ള ചെറിയ ലൈറ്റിങ്, അതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് അത് ലോകം അറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് 1980 കാലഘട്ടത്തിലെ നീലപ്രകാശമൂടെ വന്നതിന്റെ പേരിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് വെള്ള കളറിൽ വരാൻ തുടങ്ങി.
അതിനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ LED കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും വെളിച്ചത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ രൂപകൽപ്പന ചെയ്തു. ലോകത്താദ്യമായി ഞാൻ തന്നെയാണ്. അതിന് വ്യക്തമായ രേഖയും തെളിവും നമ്മൾ കയ്യിൽ ഉണ്ട്. അതിന് വ്യക്തമായ അറിവ്. ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ 10 സമ്മാനം നടത്താൻ ഒരു എറണാകുളം ജില്ലകളിലൊക്കെ വെച്ച് 10 സമ്മാനം ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ അത് ഇപ്പം പത്രസമ്മേളനം നടത്തുന്ന സമയത്തും ഇത് വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിയില്ല അല്ലെ? അതെ, 10 സമ്മാനം നടത്തുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഭീമാകാരന്മാരായ ബിസിനസ്സുകാർ ഉണ്ട്. അപ്പൊ കാലഘട്ടത്തില് മറ്റ് മാധ്യമങ്ങളിലൊക്കെ പരസ്യം വരുമ്പോൾ, അതായത് CFN ആണ് കാലഘട്ടത്തിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ CFN ഉള്ളില് മാരകമായ ഭവിഷ്യത്ത് ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിനറിയാം, സമൂഹത്തിനറിയാം. എന്നാലും ആ ഫ്ലൂറസന്റ് ലൈറ്റായിരുന്നു CFN ആണ് ആ കാലഘട്ടത്തിൽ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാധ്യമങ്ങളിലൊക്കെ അതിന്റെ പരസ്യവും വൻ ഭീമാകരമായ കമ്പനികളാണ് അത് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ചേഞ്ച് വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് അന്ന് ആ കാലഘട്ടത്തിൽ വാർത്താപ്രാധാന്യം കൊടുക്കാതിരിക്കാനാണ് ആ മാധ്യമങ്ങളായാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ ബിസിനസ്സുകാരാണ് നമ്മളെ അങ്ങനെ ഒരു മാറ്റം പുറത്തു വരാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇന്നിപ്പോ ജനങ്ങൾക്കുണ്ടായി ചില ആളുകൾക്കുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണയുടെ കാരണം. അതെ, ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും 2004 കാലഘട്ടം എന്നൊക്കെ പറയുമ്പം CFL ലൈറ്റുകളുടെ വലിയൊരു പ്രചാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പൊ അതായിരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ, അതായിരിക്കും ഒരു പക്ഷേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതിന് കാരണം. ഇപ്പൊ ഇത് ചേട്ടൻ്റെ ഒരു യൂണിറ്റാണ്, വർക്കിംഗ് യൂണിറ്റ് ആണ് അല്ലെ? ഇവിടെ എങ്ങനെ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ? ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ റിസർച്ച് സെന്റർ കൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ സെന്ററുകളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് LED ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് അന്താരാഷ്ട്ര ഉത്തരവിൽ അകപ്പെട്ടുപോയി. അത് തിരിച്ച് നമ്മുടെ നാടുകളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ തന്നെ ഉപയോഗം, നമ്മുടെ ജനതയ്ക്ക് തൊഴിൽ, നമ്മുടെ തന്നെ ഉപയോഗം എന്നൊരു പദ്ധതിയിൽ ആവശ്യപ്പെട്ടിട്ട് സ്കൂളുകളിലും പഞ്ചായത്തുകളിലുള്ള വനിതകൾക്കും ട്രെയിനിങ് നൽകാനുള്ള ഒരു പദ്ധതിക്ക് ആവശ്യപ്പെട്ട് എത്രയോ ആൾക്കാർക്ക് LED ബൾബിന്റെ ട്രെയിനിങ്ങും മെറ്റീരിയലും അത് നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാനിപ്പം ഇവിടെ നിന്ന് ചെയ്ത് നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ചേട്ടനൊറ്റയ്ക്കാണ്, തനിച്ചാണോ? അല്ലല്ല, എനിക്കിവിടെ സ്റ്റാഫുണ്ട്. അതോടൊപ്പം തന്നെ 2 മക്കള് എൻ്റെ ഒപ്പം തന്നെ അവരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇപ്പം LED ബൾബുകളുടെ മറ്റൊക്കെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അതെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ നിർമ്മാണവും വിൽപ്പനയൊക്കെയാണ്? എല്ലാം ഉണ്ട്. എന്തൊക്കെയാ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്? ഇവിടെ LED എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. അതോടൊപ്പം സോളാറിന്റെ ചെറിയ ലൈറ്റ് മുതൽ വലിയ പവർ പ്ലാന്റ് വരെ ചെയ്ത് നൽകുന്നുണ്ട്. അപ്പം പിന്നെ അതോടൊപ്പം തന്നെ പുതിയ അന്വേഷണം, പുതിയ ഐറ്റത്തിന് വേണ്ടിയുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. അത് കൂടാതെ അപ്പൊ അത് കുറെ ഐറ്റം പുതിയ ലോകത്തെ മൊത്തം മാറ്റിമറിക്കാൻ കഴിയുന്ന, ചേഞ്ച് വരുത്താൻ പറ്റുന്ന കുറെ ഉൽപ്പന്നം കണ്ടെത്തി അതിൽ 1-2 ഐറ്റത്തിന്റെ പേറ്റന്റ് വർക്ക് പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്വാഭാവികമായിട്ട് ചേട്ടന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ LED ബൾബ് എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തിൽ ആദ്യമായിട്ട് ചേട്ടനാണ് കണ്ടെത്തി. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ പേറ്റന്റിന് വേണ്ടി ശ്രമിക്കാത്തത്? ഒന്ന്, കാലഘട്ടത്തിൽ എനിക്ക് പേറ്റന്റിനെ കുറിച്ച് കൂടുതലായി അറിവില്ലായിരുന്നു. 2, എൻ്റെ അന്ന് വരെയുള്ള ധാരണ, അതായത് LED വന്ന ഒരു ചീറ്റിങ്ങിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. നമുക്ക് അതുവരെ എനിക്കുണ്ടായിരുന്ന ചിന്ത, ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന ഉൽപ്പന്നം കൊണ്ട് സമൂഹത്തിന് ഉപകാരമാകട്ടെ എന്നൊരു ധാരണയായിരുന്നു. അപ്പം ഞാൻ LED ഒന്നും അല്ലാതെ ആയ ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് പേറ്റന്റ് എന്നൊരു സംവിധാനം ഉണ്ടെന്നും അതിലൂടെ മാത്രമേ ഇനിയൊരു ഡെവലപ്മെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പുറത്ത് വിടുകയുള്ളൂ എന്നും ആണ് മനസ്സിലായത്. അങ്ങനെയാണ് ഇപ്പൊ പുതിയ കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനുശേഷം, അതായത് LED ബൾബുകൾക്ക് ശേഷം ചേട്ടൻ പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ ഉണ്ടുണ്ട്. നമ്മൾ 5ഓളം പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ ലോകത്തിന് മൊത്തം മാറാൻ കഴിയുന്ന വലിയ ടെക്നോളജിയെ ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു
ടെക്നോളജിന്റെ പേറ്റന്റ് വർക്ക് പൂർത്തിയായി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയില് ഏകദേശം ഒരു 50,000 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം നടത്താൻ ഉള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. അത് പൂർത്തിയായി, അതായത് അത് പൂർണ്ണമായിട്ടില്ല പേറ്റന്റ് വർക്ക്. പൂർത്തിയായി. അത് ഈ പേറ്റന്റ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്റർനാഷണൽ പേറ്റന്റ് ടെക്നോളജിന്റെ പേറ്റന്റ് എടുക്കുന്നത്. അപ്പൊ ഇന്റർനാഷണൽ പേറ്റന്റ് എടുക്കുമ്പോൾ അതിൻ്റെതായ കുറെ താമസവും അതിന്റെ കുറെ നടപടിക്രമങ്ങളും ഉണ്ട്, വലിയൊരു ചെലവുണ്ട്. അതൊക്കെ ചെയ്ത് രണ്ടോളം പ്രൊഡക്റ്റിന്റെ പേറ്റന്റ് വർക്ക് പൂർത്തിയായി എന്ന് തന്നെ പറയണം. ലഭിച്ചാൽ മതി അല്ലേ? അതിനിപ്പോ സർട്ടിഫിക്കറ്റ് ആയി കിട്ടിയാണ്. അപ്പൊ ഇതിപ്പം എങ്ങനെയാ ഇപ്പം ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? ജീവിതം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിനെ നേരിടുക എന്നുള്ളതാണ്. ഏത് മേഖലയായാലും എന്റെ ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് ബിസിനസ്. ഇപ്പൊ ബിസിനസ് കൊണ്ടുപോകാനായാലും ഈ ബിസിനസ്സിന് ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ആവശ്യത്തിന് ഫണ്ട് ലഭ്യമാകുന്നില്ല. ഇന്ന് എന്റെ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ശരിക്കും ഒരു 5 കോടി രൂപയെങ്കിലും വന്നെങ്കിൽ മാത്രമേ എന്റെ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കൂ. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, എന്റെ ബാങ്കിന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എന്റെ ഭാഷ ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഈ ബാങ്കുകളൊക്കെ പണം തരാൻ മടിക്കുന്നു. അതിന് 2-3 കാര്യമുണ്ട്. ഈ ബാങ്കുകളൊക്കെ എന്നെ എനിക്കൊന്നും വിദ്യാഭ്യാസമില്ല. 2 ശാരീരികമായിട്ട് ഭംഗികളുണ്ട്. അപ്പൊ എല്ലാവരും കാഴ്ചയിൽ ഭംഗി മതി, ഉള്ളിലൊന്നും വേണ്ട എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിന് ഒരു വിഭാഗമാണ് ബാങ്കും. അപ്പൊ എന്നെപ്പോലെയാണ് എന്താ പറയുക, ഇത് ചെയ്യുന്നതിനുണ്ടാകുന്ന ഒരു കോംപ്ലക്സ് എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് അപ്പം ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ വെല്ലുവിളികൾ നേരിട്ട് വരുന്നുണ്ട് അല്ലെ? വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതായത് ഞാനിപ്പോ 56 വയസ്സായി. അതിൻ്റെ ഇടയിൽ ജീവിതം മൊത്തം വെല്ലുവിളിയാണ്. ഓരോ നിമിഷവും അതൊക്കെ അതിജീവിച്ച് അതിശക്തമായി ഞാൻ മുന്നേറുകയാണ്, ശക്തമായി. നമ്മളിപ്പോ നിൽക്കുന്നത് ജോൺസൺ ചേട്ടന്റെ യൂണിറ്റിനകത്താണ്. ഇപ്പൊ ഇവിടെ വരുമ്പം നമുക്ക് കാണാം ജോൺസൺ ചേട്ടന്റെ മകൻ, ഇളയ മകൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലോമ കഴിഞ്ഞാണല്ലേ? ഡിപ്ലോമ കഴിഞ്ഞ. എന്താ പേരെന്താ? ജഷൂൺ. ഇപ്പൊ എത്ര വർഷമായി പപ്പടോട് വർക്ക് ചെയ്യുന്നു? ഞാന് ജനിച്ചപ്പോ തൊട്ട് ഇവിടെ തന്നെയാണ്. ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്യും. ഇപ്പം പഠിത്തം കഴിഞ്ഞപ്പം ഇവിടെ തന്നെ ഫുൾ ടൈം. ചേട്ടൻ എന്ത്? ചേട്ടന് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. പനിയായിട്ടിരിക്കുക. ശരി. അപ്പൊ എങ്ങനെയാ ഇങ്ങനെ പൊതുവെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചത് എങ്ങനെയാ? ഞാൻ പപ്പേന്റെ കൂടെ നിന്നാണ് പഠിച്ചത് കൂടുതലും. പിന്നെ 3 വർഷം ഡിപ്ലോമ ചെയ്തു ഇലക്ട്രോണിക്സ് തന്നെ. ഇവിടെ തന്നെ ഇവിടെ തന്നെ ഫുൾ ടൈം.